പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോർ കൂടുതൽ കടുത്തിരിക്കുകയാണ്. സൈനിക നടപടികൾക്കും നയതന്ത്ര തർക്കങ്ങൾക്കും പിന്നാലെ ഇപ്പോൾ പുതിയൊരു വിവാദവും തുടക്കമിട്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയെന്നാരോപിച്ച് ഇറാനിലെ ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുകയാണ്. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഇറാനിലെ ഒരു മാധ്യമമാണ്. പെട്ടെന്നുള്ള മരണത്തിന് തയ്യാറായിക്കൊള്ളൂ എന്നർത്ഥം വരുന്ന തലക്കെട്ടോടെയാണ് വാർത്തയും ചിത്രവും പുറത്തുവിട്ടത്. ട്രംപിനെ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുള്ള പരാമർശങ്ങൾ ഉൾപ്പെട്ടതിനാൽ ഇത് വലിയ വിവാദത്തിന് കാരണമായിരിക്കുകയാണ്. റിപ്പോർട്ടിനൊപ്പം ഒരു ചിത്രവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ചിത്രം കയ്യിൽ പിടിച്ചു നിൽക്കുന്നതായി കാണിക്കുന്നു. ട്രംപിന്റെ സമീപനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സത്തിനെയും മറ്റു ചില ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. ഈ ചിത്രവും തലക്കെട്ടും ചേർത്താണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. പലരും ഇത് ശക്തമായ രാഷ്ട്രീയ സന്ദേശമായി കാണുമ്പോൾ മറ്റു ചിലർ ഇത് പരോക്ഷമായ ഭീഷണിയാണെന്ന വിമർശനവും ഉയർത്തുന്നുണ്ട്. റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത്. ലോകത്തിലെ പ്രധാന നേതാക്കളെ പരാമർശിച്ച് പെട്ടെന്നുള്ള മരണത്തിന് തയ്യാറാകൂ എന്ന രീതിയിലുള്ള തലക്കെട്ട് ഉപയോഗിച്ചാണ് വിവാദം ശക്തമാക്കിയത്. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷ സാഹചര്യം കൂടുതൽ വഷളാകുമെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യവും ചർച്ചയാകുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയ നേതാവായ ലിൻസി ഗ്രഹാമിനെതിരെ മുൻപ് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് പരസ്യമായി ഭീഷണി മുഴക്കിയിരുന്നു എന്ന പഴയ സംഭവം വീണ്ടും ചർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിലെ റിപ്പോർട്ടുമായി ആ സംഭവത്തെ ചിലർ ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നുണ്ട്. അടുത്തിടെ ലിൻസി ഗ്രഹാമിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന ആവശ്യങ്ങളും ചില വൃത്തങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിനെയും നെതന്യാഹുവിനെയും കുറിച്ചുള്ള ഈ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ വിഷയം കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ അമേരിക്കൻ ഭരണകൂടമോ ഇസ്രായേൽ സർക്കാരോ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. അതുപോലെ തന്നെ ഇറാൻ സർക്കാർ ഈ മാധ്യമ റിപ്പോർട്ടിനെ കുറിച്ച് ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടുണ്ടോ എന്നതും വ്യക്തമായിട്ടില്ല. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ കടുത്ത സമ്മർദ്ദത്തിലാണ്. ഹോർമൂസ് കടലൊടുക്ക്, സാമ്പത്തിക ഉപരോധങ്ങൾ, സൈനിക ആക്രമണങ്ങൾ, പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധവും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കൂടുതൽ മോശമായിരിക്കുകയാണ്. പരസ്പര ആക്രമണങ്ങളും ശക്തമായ ആരോപണങ്ങളും തുടരുന്നതിനാൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യം ഇപ്പോഴും ആശങ്കാജനകമാണ്. ആയതിനാൽ തന്നെ ലോക നേതാക്കളെ കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത് സ്വാഭാവികമാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്തരം വിവാദപരമായ തലക്കെട്ടുകളും ശക്തമായ രാഷ്ട്രീയ സന്ദേശങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കൂടുതൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഔദ്യോഗിക പ്രതികരണങ്ങളും സ്ഥിരീകരിച്ച വിവരങ്ങൾ ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് വിലയിരുത്തൽ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ റിപ്പോർട്ട് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അനുകൂലവും പ്രതികൂലവുമായ നിരവധി അഭിപ്രായങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ അഭ്യൂഹങ്ങൾക്ക് പകരം സ്ഥിരീകരിച്ച വിവരങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് വിദഗ്ധർ ഓർപ്പിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിച്ചിട്ടില്ല. അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ഇപ്പോഴും അതീവ സംഘർഷാവസ്ഥയിലാണ്. ആയതിനാൽ ഇത്തരത്തിലുള്ള വിവാദ റിപ്പോർട്ടുകളും പ്രസ്താവനകളും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നത് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ ഔദ്യോഗിക പ്രതികരണങ്ങളും തുടർ നടപടികളും എന്തായിരിക്കുമെന്ന് ലോകം ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. ഇതിനകം തന്നെ സംഘർഷം നിറഞ്ഞിരിക്കുന്ന പശ്ചിമേഷ്യയിൽ കൂടുതൽ പ്രകോപനങ്ങൾ ഒഴിവാക്കി സമാധാനപരമായ സമീപനം സ്വീകരിക്കണമെന്ന ആവശ്യം അന്താരാഷ്ട്ര സമൂഹം വീണ്ടും ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ വിവാദവും ശ്രദ്ധ നേടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.